നമസ്കാരം. കടം ഏത് തരത്തിലായാലും അത് സങ്കടമാണ്. ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പോലും കടം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത് സമൂഹത്തിന്റെ സൃഷ്ടിയും കൂടിയാണ്. ഫോൺ വാങ്ങുന്നത് 10,000 രൂപയുടെ ഫോൺ മതി, എങ്കിലും അവർക്ക് 1,00,000 രൂപയുടെ ഫോൺ ലോൺ കൊടുക്കാൻ തയ്യാറുള്ള കമ്പനികൾ ഒന്നിനു പുറകെ ഒന്നായി നെക്ക് ടു നെക്ക് ഓടുകയാണ് സ്റ്റുഡൻസിന്റെ പുറകെ. പഠിച്ചിറങ്ങുമ്പോൾ ബാങ്കിന് കടക്കാരാകുന്നു, അല്ലാതെയുള്ള കടങ്ങൾ വേറെ. ഓരോരുത്തരും കുമിത്തിയിൽ അവരുടെ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്. കുമിത്തിയാണോ അഗ്നിപർവ്വതമാണോ മനുഷ്യർ കടത്തിന്റെ പേരിൽ കൊണ്ടു നടക്കുന്നത്? കുമിത്തിയാണോ അഗ്നിപർവ്വതമാണോ അവരുടെ ഉള്ളിൽ എന്ന് ചിന്തിച്ച് വിഷമം നമുക്ക് പോലും വിഷമിക്കേണ്ടതായ അവസ്ഥ ഉണ്ടാകും. സമൂഹ സൃഷ്ടി എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല. കടം എന്നായാലും അത് തിരിച്ചടച്ചേ പറ്റും. പറഞ്ഞു വരുന്നത്, ഒരു യോഗമുണ്ട്, പല യോഗങ്ങളുണ്ടല്ലോ, രാജയോഗം പോലുള്ള യോഗങ്ങൾ, പഞ്ചമഹാ യോഗങ്ങൾ, അതെല്ലാം അവരവരുടെ ഹോറോസ്കോപ്പ് പരിശോധിച്ച് വരുമ്പോൾ അതുള്ളത് തന്നെയാണ്. ദോഷമുള്ളതാണ് ഈ പരിഹാരം ചെയ്യുക. കേമദ്രുമ യോഗം എന്നൊരു യോഗമുണ്ട്. അത് ഉള്ളവർക്ക് കടം കയറും. അവർ കടം കയറി വളരെ വലിയ നിലയിലുള്ളവർ പോലും സീറോയിലേക്ക് പോകും. അപമാനവും അശാന്തിയും മൂലം അവർക്ക് നാട് വിടേണ്ടതായോ ജീവിതം തന്നെ മാറ്റിമറിച്ച് വിട പറയേണ്ടതായിട്ട് വരികയോ ഒക്കെ ചെയ്തേക്കാം. എന്നാലും കേമദ്രുമയോഗത്തിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അത് വിഷ്ണു സഹസ്രം നാമം, ഭദ്രകാളിയുടെ അഷ്ടകങ്ങൾ, മുതലായ കാര്യങ്ങൾ ചെയ്ത് ശിവന്റെ പ്രീതി, പിൻവിളക്ക്, രാഗ മുതലായ കാര്യങ്ങൾ ചെയ്യാം. പിന്നീടുള്ളത് ഋണമോചന മന്ത്രം ചൊല്ലാം, ഋണമോചന യന്ത്രം ധരിക്കാം. ഇതെല്ലാം കടത്തിൽ നിന്ന് മോചനം കിട്ടുന്ന കാര്യങ്ങളാണ്. എന്നാലും നമ്മളെ അടുക്കളയിലുള്ള കല്ലുപ്പും മഞ്ഞൾപ്പൊടിയല്ല, അതൊക്കെ എടുത്ത് ഒരു കുപ്പി കാണത്ത കുപ്പി, ഗ്ലാസ്, മഞ്ഞൾ കഷ്ണം, കല്ലുപ്പ് മുതലായവ ഒരു കുപ്പിയിൽ വയ്ക്കുക, വയമ്പ് ഒരു കഷ്ണം വയമ്പ് വയ്ക്കുക. ഇതെല്ലാം കൊണ്ട് നമുക്ക് കടങ്ങൾ മാറിപ്പോകാവുന്നതാണ്. സ്വയം പല സ്ഥലങ്ങളിൽ നിന്ന് വരുത്തിവെച്ച കടം മാറിപ്പോകുമോ എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്. പക്ഷേ ഇത്തരം പദാർത്ഥങ്ങൾ, കല്ലുപ്പ്, മഞ്ഞളിൻ്റെ ഒരു കഷ്ണം, വയമ്പ് മുതലായവ ഒരു ഗ്ലാസ്സിൽ ഇട്ട് വച്ചാൽ നമ്മുടെ കാണുന്ന ഭാഗത്ത് മുറിയിൽ വയ്ക്കുക. അവിടെ നിന്നും ഇതിൻ്റെതായ പ്രഭ, രശ്മി, ചൂടുള്ള രശ്മി തട്ടി കടങ്ങൾ മാറിപ്പോകും. അനുഭവസ്ഥർ തന്നെ ഉണ്ട്. കാരണം ഈ 3 വസ്തുക്കളും, കല്ലുപ്പ് എന്താണ്? രശ്മിയാണ്. മഞ്ഞൾ ഒരു കഷ്ണം, മഞ്ഞൾ എന്താണ്? രശ്മിയാണ്. വയമ്പ് എന്താണ്? രശ്മിയാണ്. അതൊക്കെ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ ശുക്രന്റെ ഹോരയിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യാമെങ്കിൽ അതിൻ്റെ ഗുണമുണ്ടാകും, ധാരാളം ധനവരവുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇനിയും പുരാണത്തിലുള്ള 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്, അത് അടുത്തതിൽ പറയാം. മഞ്ഞൾ, കല്ലുപ്പ്, വയമ്പെല്ലാം ചെയ്തതിന് ശേഷം സ്വന്തം അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നക്ഷത്രവും പേരും അറിയിക്കാം. അതിനു വേണ്ടി സ്പെഷ്യൽ പൂജകളോ ഒന്നുമില്ല. ഞാൻ മന്ത്രം പറയുമ്പോൾ നിങ്ങളെ കൂടി പരിഗണിച്ചോളാം. നമസ്കാരം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.